മോനെ സുഭാഷേ, എന്തോ മാമ? ആ കാണാണ് പെൺകുട്ടിയുടെ വീട്. അല്ല, അസല് പെൺകുട്ടിയാ. എനിക്ക് നന്നായിട്ട് ചേരും. ഇൻഫോ പാർക്കിലെ ജോലി ചെയ്യും. ദൈവമേ, ആദ്യത്തെ പെണ്ണാണ് തന്നെ ഓക്കെ ആണെന്ന് എൻ്റെ ജീവിതാഭിലാഷമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇവനും കൂടെ ഒരു പെണ്ണ് നോക്കിയാൽ ഒരുമിച്ച് നടത്തായിരുന്നു. ഓ പിന്നെ ജോലിയും കൂലിയില്ല സിനിമയുടെ പറയാൻ നടക്കുന്നതാണ്. ഇവനെ ആര് പെണ്ണ് കൊടുക്കാന്? അങ്ങനൊന്നും ചിന്തിക്കണ്ട, പെൺകുട്ടിയെ കിട്ടൂതേ. അല്ല, തനിക്കൊരു മോളുണ്ടായിരുന്നല്ലോ, അവളെ ആരാവോ? നമുക്കൊന്ന് ആലോചിച്ചാലും. അത് വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥര് പറഞ്ഞു വെച്ചേക്കുക. അത് ശരി. അല്ല, അച്ഛന്മാരെല്ലാം ഇങ്ങനെ അല്ല തന്നെ. അച്ഛന്മാരെ പറഞ്ഞിട്ടെന്തോ കാര്യം? ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ നല്ല ജോലിയുള്ള ആമ്പിള്ളേരാണല്ലോ ആവശ്യം. എന്നാലും മൂത്തവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാ? അമ്മ ഒന്ന് ചുമ്മായിരുന്നേ. എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട. ഞാൻ തിരഞ്ഞെടുത്തേക്കുന്ന ഫീൽഡ് അറിയാല്ല. അത് അവൻ്റെ കല്യാണം നടക്കട്ടെ. അത് ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. വണ്ടി ഇവിടെ. ആ, നിങ്ങൾ എത്തിയോ? വാ വാ, കയറി വാ. ഇത് നമ്മുടെ പയ്യൻ. ആ, ഇത് പയ്യൻ്റെ ചേട്ടൻ. ആ, അമ്മ, അച്ഛൻ, ഞാൻ ബ്രോക്കർ. ഇതാണ് നമ്മുടെ പെണ്ണിന്റെ കൊച്ചച്ഛൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. പണ്ടങ്ങ് ഡറാഡോണിൽ വെച്ച്. ഇതാണല്ലേ മൂത്ത ആള്. ബ്രോക്കർ പറഞ്ഞിട്ടുണ്ട് മോനെ, ഒരുപാട് പേരുടെ അനുഭവം കേട്ടോണ്ട് പറയാ. വെറുതെ സിനിമയെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നാലേ അവസാനം റോട്ടിലിറങ്ങി തെണ്ടേണ്ടി വരും. അതെ, ഞാൻ എൻ്റെ മോനെ ആവശ്യത്തിന് ഉപദേശിക്കുന്നുണ്ട്. നിങ്ങൾ മോളെ വിളിക്കും. മോളെ വിളിക്കും. മോളെ മോളെ ബാ, ഇവിടെ ഇരിക്കും. ഇത് എൻ്റെ മോള്, പേര് സുപ്രിയ. സുപ്രിയ, സുഭാഷ്. ഓ സെറ്റ്. എനിക്ക് ഒരു മോളേ ഉള്ളൂ. പോയി. അപ്പോഴേക്കും ഒരു ഭാര്യ മരിച്ചു പോയില്ലേ? ഓ സോ സാഡ്. ഇനി കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ സംസാരിക്കട്ടെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനീ പറയുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. കമ്മീഷൻ കൂടുതലാണോ? ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. അതെ, ആള് മാറിയെന്നൊരു സംശയം. ലുക്ക് മാറിയിട്ടുണ്ട്. ഞാനോ? മോളെ അതല്ല, ഇതാണ് ചെക്കൻ. അതെനിക്കറിയാച്ചാ. മോളെ ഇതാണ്, അതല്ല. അങ്കിളെ എനിക്കറിയാം. എനിക്കറിയാന്ന്. എടി, അവന് ജോലിയും കൂലിയൊന്നുമില്ല. ജോലി എനിക്കുണ്ടല്ലോ അച്ഛാ. മോളെ അവൻ എങ്ങനെ മോളെ നോക്കും? അതിനെന്തിനാ ഒരാൾ എന്നെ നോക്കുന്നേ? ഹലോ ഹലോ ഹലോ, നിർത്ത്. ഇവിടെ എന്തൊക്കെയാണോ നടക്കുന്നത്? ആളെ വിളിച്ച് വെറുതെ അവമാനിക്കുവാണോ? ഡാ, നിനക്കവളെ അറിയാവോ? എനിക്കൊന്നും അറിയാൻ പാടില്ല അച്ഛാ. പിന്നെ അവൾ എന്തുവാടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. അച്ഛാ, അമ്മ, എൻ്റെ മരിച്ചുപോയ അമ്മയാണ് സത്യം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവനെ കാണുന്നത്. പക്ഷെ എനിക്ക് മുമ്പ് കണ്ട പോലൊരു ഫീലൊക്കെ ഉണ്ട്. അത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്തോ ഇവനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ പോലെ. എനിക്കവനെ കെട്ടിച്ചു തന്നൂടെ? ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഇല്ല നൂറ. മോനെ, നമ്മൾ എന്താടാ ചെയ്യണ്ടേ? അങ്കിളെ, എനിക്കൊന്ന് സംസാരിക്കണം. എടോ, നിർത്ത് തന്റെ നാടകം കളി. താനിത് എന്താ ഉദ്ദേശിക്കണ? ഇതെന്താ പ്രാങ്കാ? പ്രാങ്കോ? എന്തിന്? അപ്പൊ തനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. അതിന് എന്നെ കരുവാക്കിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പ്ലാൻ അല്ലേ? ആഹാ, നല്ല സ്റ്റോറിയാണല്ലോ. എടോ, എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതിനാരെയും കരുവാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ താനെന്തായി പറയണത്? കണ്ടോറണം ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഇതെന്താ സിനിമയെ? അതൊരു പെൺകുട്ടിക്ക് അതെന്താ, ഒരു പെങ്കൊച്ചിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും ഉണ്ടാവില്ലേ? ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് മുഖത്ത് നോക്കി അപ്പം തന്നെ പറയുന്നത് അത്ര വലിയ തെറ്റാണോ? എടോ, എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാടോ. എടോ, ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ ആണെങ്കിൽ 5ൻ്റെ പൈസ ഇല്ല. ഇത് കണ്ട,
കയ്യിലാണെങ്കിൽ പൊടി പിടിച്ചൊരു പേഴ്സും ആർക്കും വേണ്ടാത്തൊരു ATM. അതാണ് എൻ്റെ ലൈഫ്. പിന്നെ ഞാൻ ഈ സിനിമക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ നശിയും. അതുകൊണ്ട് താൻ വെറുതെ റിസ്ക് എടുക്കണ്ട. എടോ, എനിക്ക് 55,000 രൂപ സാലറി ഉണ്ട്. അതിലൊരു 15,000 എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് കൊടുക്കണം. ബാക്കി 40,000-ൽ ഒരു 20,000 നമുക്ക് നമ്മുടെ വീട്ടു ചിലവിന് വേണ്ടി എടുക്കാം. പിന്നെ ഒരു 20,000, 10,000 തൻ്റെ ചിലവിനും 10,000 എൻ്റെ ചിലവിനും. എന്താ അത്രയും പോരെ? എടോ, താൻ സക്സസ് ആവുന്നവരെ താൻ ട്രൈ ചെയ്യ്. അതുവരെ തൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ താൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കാം. എൻ്റെ കാര്യങ്ങളോട് താൻ നോക്ക്. എന്താ അടിയിലൊക്കെ അല്ലേ? എടോ, അതല്ല, ഞാനൊരു കല്യാണത്തിനെ പറ്റി ഇപ്പം ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതിനി ചിന്തിക്കാമല്ലോ. ടെൻഷനില്ല. ടെൻഷൻ മാമാന്ന് വിളിച്ചോന്നാ, അതുകൊണ്ട് ഞാൻ ഇവിടെ തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? എൻ്റെ ആരെയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്ക്. ഇവിടെ എത്ര നല്ല പയ്യന്മാരുണ്ട്. അല്ല, തനിക്ക് ഇതിനു മുന്നേ വേറെ പ്രേമൊന്നും ഉണ്ടായിട്ടില്ലേ? ഓ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അല്ല, താൻ എന്തിനാ എന്നെ കഷ്ടപ്പെട്ട് ഒഴിവാക്കുന്നത്? തനിക്കിനി വല്ല പ്രേമം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കെന്ത് പ്രേമം? എനിക്കങ്ങനെ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താ അത് ചോദിച്ചപ്പോൾ തനിക്കൊരു കള്ള ലക്ഷണം? പറ സ്റ്റോറി പറ. അങ്ങനെ പറയാൻ പറ്റിയ സ്റ്റോറിയൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ പരിചയപ്പെട്ടെന്നേ ഉള്ളൂ. എന്നാലും പറ, കേക്കട്ടെ. അക്ഷയ 24H ഒഫീഷ്യൽ. അതെ, ഈ കേക്ക് എന്തിനാ ഇങ്ങനെ പാതി വെച്ചേക്കണേ? ഫിനിഷ് ചെയ്യണ്ടേ? വേണമല്ലോ. വരുത്തരോ? പിന്നെ നിനക്ക് ഞാൻ വരുത്തരാണ്ട് പിന്നെ ആര് വരുത്തരാനാ? അതെ, തന്നെ ഈ ഡ്രസ്സിൽ കാണാൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും? ആ, പിന്നെ അതൊക്കെ ഇപ്പൊ ശരിയാവില്ലേ? ഞാൻ അടുത്ത ആഴ്ച മുതലേ ജിമ്മിന് പോവാ. കണ്ടാ മതി. നാളെ അല്ലേ പ്രൊഡ്യൂസറെ കാണാൻ പോകണ്ടേ? ആ, അതും ശരിയാവുമെന്ന് തോന്നണം. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? നല്ല രാശിയുള്ള പെങ്കൊച്ചിനെ അല്ലേ കിട്ടിയേക്കുന്നത്. ആരായിരുന്നു പ്രൊഡ്യൂസർ? അത് സർപ്രൈസ് ആണ്. ആണോ? പക്ഷെ നല്ലൊരു കിടിലൻ കമ്പനിയാണ്. നാളെ ഞാൻ റിവീൽ ചെയ്യാം. ശരി, മീറ്റ് ചെയ്തിട്ട് വന്നിട്ട്. ഓക്കെ. പിന്നെ നാളെ പുള്ളിനെ കാണാൻ പോകുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താനിത് കഴിച്ചിട്ടിരിക്കും. ശരി, ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട്. പോയിട്ട് വരാം. നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. കേട്ടാ, പോവാണേ. ശരി. അങ്ങനെ അവർ അവിടെ വെച്ച് ഒരുമിക്കുകയാണ്. അവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ പടം ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ആ ഒരു 12ാമത്തെ സീനിലെ കറക്ഷൻസ് ഒന്ന് റെഡി ആക്കണം. അത് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം, നമുക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡേറ്റ് നോക്കി നെക്സ്റ്റ് വീക്ക് എങ്ങാനും നമുക്ക് അഡ്വാൻസും ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഓക്കെ, ഓക്കെ സാർ. അതുപോലെ മതി സാർ, വളരെ നന്ദി. താങ്ക് യു സാർ. ശരി. ഓക്കെ. അക്ഷയ, താണത് എവിടെ? അക്ഷയ അല്ല, അന്നമ്മ. അന്നമ്മേ? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞങ്ങൾ തമ്മിൽ Let me guess. അതൊന്നില്ലെങ്കിൽ പുള്ളിയുടെ ഭാര്യയോ അല്ലെങ്കിൽ കാമുകിയായിരിക്കും അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് ഞങ്ങൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമുള്ളൂ അല്ലേ? അല്ല സാറ് എൻ്റെ അമ്മയോടോ? അമ്മയായിരുന്നു. അമ്മേ, അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവുന്നോ? അമ്മേ, അപ്പോ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? നെക്സ്റ്റ് വീക്കല്ലേ നമ്മുടെ ബർത്ത്ഡേ, അപ്പോൾ ഒരു 48. 48? അവളുടെ ചിരിയല്ല കേട്ടോ. അവൻ്റെ ഉണ്ട്. എൻ്റെ കമ്മീഷൻ ഉറപ്പായി. സന്തൂർ മമ്മിയായിരുന്നല്ലേ? എന്നിട്ടാ പടം നടന്നോ? സിനിമയും നടന്നില്ല, വേറെ ഒന്നും നടന്നില്ല. കണ്ട, ഇതാണ് എൻ്റെ രാശി. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയണ, എന്നെ വിട്ടേരി. തന്നെ ഒഴിവാക്കാൻ മാത്രം കാരണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല.
എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ ബുദ്ധിമുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബുദ്ധിമുട്ടാ ഞാൻ റെഡിയാണെങ്കിലോ? കഴിഞ്ഞില്ലേ മോളെ? തന്നെ ഞാൻ വന്നി. അച്ഛാ എന്താണ് അതിൻ്റെ തീരുമാനം? എന്താ നിങ്ങളുടെ തീരുമാനം? ഞങ്ങളെക്കാൾ പഠിപ്പുമ്പരുള്ളവൾ അവള്. അവളുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ. ഞാൻ പണിയില്ല. തന്നെ ഞാൻ ശരിയാക്കി തരാം. വേറെ ശരിയാക്കി തരാം. പിന്നെ വേറെ ഇത് വേറെ ശരിയാക്കി ഇഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ ബാഗ് അലമ്പുണ്ടാക്കലേ. വേറെ ശരിയാക്കി തരാം. മോന് സന്തോഷമായോ? മോൻ അവളോടൊന്നും ചോദിച്ചില്ലേ? ഞാൻ ഒരു മിനിറ്റ്. എടോ തൻ്റെ പേരെന്തായിരുന്നു?